ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല സിനിമ. നല്ല പടം. ചെറിയ കഥയാണെങ്കിലും വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ക നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയാണെങ്കിൽ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. The music was really good. The storyline was funny and then sad and then very dramatic. Really good job. നല്ല പടം, നല്ല കഥ. നല്ല സിനിമ. നല്ല മൂവിയായിരുന്നു. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാടൻ പടം, ഒരു അതിശയോക്തിയൊന്നുമില്ലാത്ത നല്ലൊരു പടം. തീർച്ചയായിട്ടും ഫാമിലി കാണാൻ പറ്റിയ പടം. നല്ല കഥയും നല്ല ഒരു സിനിമയിൽ ഒരു ജീവിതം, റിയൽ ലൈഫ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സാധാരണക്കാരുടെ ഒരു ജീവിതം, സാധാരണ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു ജീവിതം. എല്ലാ കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല സിനിമ കേട്ടോ, നന്നായിട്ടുണ്ട്. ഒരു സാധാരണക്കാരുടെ ഒരു മൂവി തന്നെയാണിത്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഇഷ്ടപ്പെട്ടിക്ക്, നന്നായിക്ക്, കഥയെ ഇഷ്ടപ്പെട്ടിക്ക്, എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണാൻ കണ്ടത്, എല്ലാവരും കാണേണ്ടതാ സിനിമ, എല്ലാവരും കാണുന്നുണ്ട്. ഇതാ കാണണ്ടേ നമ്മളെ സിനിമ. 10-40 വയസ്സായിട്ടില്ലേ കുത്തിരിക്കുന്നത്, ഒരിക്കെല്ലാം പെണ്ണ് കിട്ടണം. അതാ ഈ വെക്കേഷന് ഫാമിലിയോടൊത്ത് കാണാൻ പറ്റിയ നല്ല മൂവി. കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം കൂടി ചേർന്ന് നല്ല മൂവി. കാസ്റ്റിംഗ് നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണ്. അതിൻ്റെ നല്ല കണ്ടന്റാണ് ഈ ഫിലിമിൽ വന്നിരിക്കുന്നത്. പക്ഷേ കണ്ടിരിക്കേണ്ട ഫിലിമാണ്, നല്ല ഫിലിമാണ്. വലിയ സിനിമകളുടെ ഇടയ്ക്ക് ശരിക്കും നല്ലൊരു കണ്ടന്റ് ഉണ്ട് ഈ ഫിലിമിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാം, നമുക്ക് ബോറടിക്കത്തില്ല. ഫിലിം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ഒരു മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിം. ഓരോ ഫിലിംസ് ഓരോ മൂഡുള്ള വരുന്നത്. ഇതിൽ ആ ഒരു ഇഷ്യൂസ് ഉള്ള ടൈപ്പ് കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. കണ്ടിരിക്കാം. നല്ല സിനിമ വരുന്നത്. ഞങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്തൊന്നുമല്ല വന്നത്. അപ്പോൾ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി അവസാനം ആ ഫൈനൽ സീക്വൻസിൽ ഒരു സിംഗിൾ ടേക്കിൽ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് വരുന്ന ഒരു സീനുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും ആ ഒരു നല്ല മൂഡായിരുന്നു സിനിമ കാണാൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. നല്ല രസമുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല സിനിമ. പിന്നെ ഞങ്ങളുടെ നെയ്ബർ സരിക ചേച്ചിയുടെ നെയ്ബറാണ് ഞങ്ങൾ. അപ്പോൾ ആ ഇതിലാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മുത്തശ്ശി അടക്കം എല്ലാവരും നല്ലോണം അഭിനയിച്ചു. താങ്ക് യു. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്നെ വലിയൊരു തിയേറ്ററിൽ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ സീനൊന്നും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കരച്ചിലൊന്നുമില്ല. പക്ഷേ എനിക്ക് 2 സംഭവം എനിക്ക് ഭയങ്കര കണ്ണെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെറിയ പ്രായം തൊട്ടേ ഒരു ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അപ്പം എത്രയോ പടത്തിൽ അഭിനയിച്ചാലാണ് നമുക്ക് ശരിക്കും പറയാൻ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക. പക്ഷേ എനിക്കിതിൽ പാട്ട് പാടി ഡാൻസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അത് ഞാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ നല്ലൊരു സിനിമ. എനിക്ക് തോന്നുന്നു കൊയിലാണ്ടി, കോഴിക്കോട്, വടകര ഭാഗത്തുള്ള ഒരുപാട് നാട്ടിൻ പുറത്തുള്ള ശരിക്കും ഒരു ഫാൻറ്റസി സിനിമയല്ല, ഒരു നാട്ടിൻ പുറത്തുള്ള യഥാർത്ഥമായ ഒരു സിനിമ. അടിപൊളി സിനിമ. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ട് ചിത്രയും പ്രശാന്തായിട്ടും എല്ലാവരും രമ്യേച്ചിയും. ശരിക്കും സങ്കടം വന്നു, ശരിക്കും കരച്ചിൽ വന്നു. ഗംഭീര പടം, സൂപ്പർ. കണ്ണ് നിറയില്ല, ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. ക്യാമറയെല്ലാം വരുന്ന അറിയാം, അതുകൊണ്ട് ഭയങ്കര ഫീലായി. നല്ല ഒരു ഫാന്റസി അല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി. അയ്യോ, ഒന്നും പറയാനില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യമായും. ആ ഒരു സ്ട്രഗിൾ, ആ ഫീലെല്ലാം ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇറങ്ങാൻ കുറച്ച് വൈകിയതും ആ ഫീല് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചെയ്ത് നമ്മളെ ക്യാമറമാൻ ആണെങ്കിലും ഞാൻ ആ സെറ്റിൽ ഉണ്ടായതുകൊണ്ട് അത്രയും എഫേർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വലിയൊരു ഷോട്ടിൽ അതിൻ്റെ എല്ലാം എഫേർട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് നന്നായിട്ട് അത് സക്സസ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അത്രയും ഗംഭീരം. ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നെയാണ്. പക്ഷെ നമ്മളെ ഷിജുവേട്ടനാണെങ്കിലും ഭയങ്കരമായിട്ട് സെന്റിമെന്റ്സ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കാണെല്ലാരും മറ്റുള്ള സിനിമ അല്ല, ഇത് അത്രേ ഇഷ്ടപ്പെട്ടു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സന്തോഷമുണ്ട്. 1.5 വർഷത്തെ എഫേർട്ടാണ്. സിനിമ പല സ്ഥലത്തും ഒരു ഷോ കഴിഞ്ഞ് ഇരിക്കുകയാണ്. കാഞ്ഞങ്ങാടിലും വടകരയിൽ രാമനാട്ടിൽ ഹൗസ്ഫുള്ളാണ്. ഞങ്ങളിപ്പോൾ PVR ലുലുവിലാണ്. ഓൾമോസ്റ്റ് 80% സീറ്റ് ഫില്ലായിരുന്നു. സിനിമ കണ്ടിറങ്ങി. പല സ്ഥലത്തും ഞങ്ങൾ തിയേറ്റർ ഉടമകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ചെറുത്തൂർ പാക്കനാർന്ന്, കൊറോണേഷൻ, രാമനാട്ടിൽ സുരഭി, എല്ലാവരും നല്ല അഭിപ്രായം വിളിച്ചിട്ട്. വടകര ഹൗസ്ഫുള്ളാണ്.
എല്ലാവരും പറയുന്നത് ഭയങ്കര ഒരു മാസ് പടമല്ല, പക്ഷേ പഴയ സത്യനന്ദിക്കാടിൻ്റെ ശ്രീനിവാസൻ്റെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ സുന്ദരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥ എല്ലാവരും കാണണം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ഭയങ്കര മാസ് പടമല്ല, വലിയൊരു പടത്തിന് കൂടെയാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് തിയേറ്റർ കിട്ടിയത്. കേരളത്തിൽ 60 സെൻറ്ററുകളിൽ നമ്മളിത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2ാമത് ഷോ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും രാമനഘട്ടയും വടകരയും ഹൗസ്ഫുള്ളാണ്. കണ്ണൂരും തലശ്ശേരിയും ഒക്കെ നിറഞ്ഞ തലത്തിൽ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കണ്ടിറങ്ങി എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ്. നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഒരു മഹാവിജയമാക്കിയ സിനിമയെ മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ 99 വയസ്സിൽ മുത്തശ്ശി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 6 മനോഹരമായ പാട്ടുകൾ ആൾക്കാർ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഏറ്റവും ബാക്ക് സീറ്റിലിരുന്നിട്ട് ഞാനിതിൻ്റെ പിന്നണികളിൽ ഒരാളായതുകൊണ്ട് വളരെ സന്തോഷമാണെന്ന്. വളരെ സന്തോഷം. വെരി ഹാപ്പി. 1.5 വർഷത്തെ എഫേർട്ടാണ്. താങ്ക് യു.